എയർപോർട്ട്. നിത്തിന് അവിടെ ടാക്സി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് November 28. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ ടാക്സിയുടെ സ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗെയിമൊക്കെ കളിക്കുന്ന പോലെയുണ്ട് ആ സ്ക്രീൻ കാണാൻ. സോ നമ്മൾ ടെർമിനൽ 1 പോകുന്നത്. ഇപ്പം തന്നെ ട്രാഫിക്കാണ്, നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ പതുക്കെയാണ് വന്നത്. ഒന്നാമത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും എയർപോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എയർപോർട്ടിലെത്തി നമ്മുടെ ട്രാവൽസിൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. പുള്ളീനെ മീറ്റ് ചെയ്തിട്ട് പുള്ളിയാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഇൻഷുറൻസും അതിൻ്റെ ഹോട്ടൽ സ്റ്റേൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ തന്നത്. എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും ലൈക്ക് ഇനി ഒരു 40 മിനിറ്റ്സും കൂടി ഉള്ളൂ. 8 മണി ആയി ഓൾറെഡി. അപ്പോൾ അതാണ് ദുബായ് എയർപോർട്ട് എന്നുള്ള അപ്ഡേറ്റ്. രാത്രി ആയപ്പോഴത്തേക്ക് ക്ഷീണമായി മുഖത്തൊക്കെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇനി നമുക്ക് ബഹ്റിൻ എത്തിയിട്ട് കാണാം. ഫ്ലൈറ്റിൽ നമുക്ക് സ്നാക്ക് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് സ്നാക്കായിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മേലെ പംകിൻ സീഡ്സ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബഹ്റിനെത്തി. ഇവിടെ കുറച്ച് ലേ ഓവർ ടൈം ഉണ്ട്, ഒരു 3 hours ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ലോഞ്ചിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് കുറച്ച് പാസ്ത, ഒരു ചിക്കൻ, ഫിഷ്, ബീഫ് എല്ലാത്തിൻ്റെയും ഓരോ ഐറ്റംസ് എടുത്തിട്ട് വന്നു. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു ആപ്പിൾ ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു. ആപ്പിളല്ല, ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പോയിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഡെസേർട്ട്സും എടുത്തിട്ടുണ്ടായി. എല്ലാം കുഴപ്പമില്ല. നിത്തിനെടുത്തത് ഒരു കബ്സ റൈസാണ് വിത്ത് ചിക്കൻ ആൻഡ് പെപ്സി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു സൂപ്പും കൂടെ കുടിച്ച് അവസാനിപ്പിച്ചു. സാധാരണ എല്ലാവരും സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ അവസാനിപ്പിച്ചത് സൂപ്പിലാണ്. നമ്മൾ ലോഞ്ചിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി വീണ്ടും ഗേറ്റിൽ പോയി വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ബഹ്റൈനിൽ ആണ്. ഇപ്പോൾ സമയം എത്രയായി? 11:43 ആയി. അപ്പം നമ്മുടെ മിലാൻ ഫ്ലൈറ്റ് വരുന്നത് 1:55 അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ വീണ്ടും ഫ്ലൈറ്റിൽ കയറി. എല്ലാം ഗൾഫ് എയർ തന്നെയായിരുന്നു. വീണ്ടും ഫ്ലൈറ്റിൽ കയറി. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാങ്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ലോഞ്ചിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വിശപ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ക്രീൻസിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നൊക്കെ നോക്കി. മൂവീസ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു. മൂവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൂവിയൊന്നും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ മിലാനിലേക്കാണ് പോകുന്നത്. മിലാനിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 6 hours ഫ്ലൈയിങ് ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഈ ഉറക്കത്തിനിടയിൽ കൂടെ ജ്യൂസൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ബട്ടറും ജാമും ക്രൊസോൺസ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൽ ജ്യൂസ് ഉണ്ട്, ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഓംലെറ്റും സ്റ്റീംഡ് വെജീസും പൊട്ടറ്റോ വെജസും. നമ്മൾ പോകുന്ന കൺട്രീസ് പാരീസ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, ഒന്നും കൂടി ഉണ്ടല്ലോ, എവിടെ അതായിരിക്കുന്നു ലക്സംബർഗ്. അങ്ങനെ നമ്മൾ രാവിലെ 6:30 മിലാനിലെത്തി. അവിടുന്ന് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സൺറൈസൊക്കെ ആയി. ഇതൊരു 7:30 ഒക്കെ ആയ സമയത്താണ്. നമ്മൾ നേരെ കണ്ടത് ഒരു മഞ്ഞ് മൂടിയ മലയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. മാൽബൻസ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ മുതലാണ് നമ്മുടെ ജേർണി തുടങ്ങാൻ പോകുന്നത്. ഇറ്റലി ഭയങ്കര സന്തോഷം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മഞ്ഞ് മലകളൊക്കെ കാണാം. എനിക്ക് വഴിയെ കാഴ്ചകളൊക്കെ കാണിച്ചില്ല. ഞങ്ങൾ ഈ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ.